ഗുണ്ടബിനു കണ്ണങ്കര കോളനി തോന്നിക്കൽ. അപ്പം എൻ്റെ വീട്ടിലെ ഗുണ്ട ജിനുവിനാണ് ഇത്തവണ പനി വന്നിരിക്കുന്നത്. അപ്പോൾ ആളെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു ചെറിയ വ്ലോഗാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹസ്ബൻഡിന് പനിയായപ്പോഴും വ്ലോഗ് എടുക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ. കുറേ ദിവസമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് വ്ലോഗ് എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 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 പരീക്ഷണ ഘട്ടത്തിലാണ് കേട്ടോ ഞാൻ. അപ്പം ജിനുവിന് നിന്ന് പനിയായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കരമായിട്ട് മടിച്ചിരിക്കുന്നൊരു രീതിയായിരുന്നു. നോർമലി പനി വരുമ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത്തവണ ഞാൻ പറഞ്ഞു കുഞ്ഞിന് പനിയാവും, പിന്നെ എനിക്ക് പനിയാവും, പിന്നെ ചാച്ചനാവും, പിന്നെ അമ്മയ്ക്കാവും. സോ ഓൾറെഡി ഒരു കുടുംബത്തിന് മൊത്തം പനിയാക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമുക്ക് ഓൾറെഡി പോയി മരുന്ന് വാങ്ങിക്കുന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ശരിയാണല്ലോ, കുഞ്ഞിനാവുമല്ലോ എന്നുള്ളൊരു കൺസിഡറേഷനിൽ ഓക്കെ എങ്കിൽ പിന്നെ പോയി മരുന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. എനിവേ കായംകുളം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒന്ന് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ആരെയോ കാണാതെ തിരിച്ചു പോകുന്ന പോലുള്ള വലിയൊരു നഷ്ടമാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് ഇപ്പോൾ ഓൾറെഡി കുറച്ചായല്ലോ അല്ലേ. അപ്പം വീട്ടിൽ നിന്ന് നമ്മൾ നേരത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേറെ ഫുഡൊന്നും കഴിക്കാനായിട്ട് നിന്നില്ല. ജിനോടൊരു ചായ പറഞ്ഞു, കാര്യം തൊണ്ടയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ചൂട് ചായ കിട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചായ കുടിച്ചു. ഞാൻ ഷുഗർ കട്ട് ആയതുകൊണ്ട് ഞാനൊരു ഷുഗർലെസ് ആയിട്ടുള്ള പ്യുവർ ഓറഞ്ച് ജ്യൂസാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓറഞ്ച് ജ്യൂസ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ നൈറ്റിൽ നമുക്കിങ്ങനെ ഡ്രൈവ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളല്ലേ. ഞങ്ങൾ അങ്ങനെ കേട്ടോ. നൈറ്റിൽ ഒരുവിധം എല്ലാ ദിവസങ്ങളിലും നൈറ്റിൽ നമ്മൾ പുറത്ത് പോകാറുണ്ട്. അപ്പം ഇന്നത്തെ ദിവസം ഈ ഹോസ്പിറ്റലിലേക്കാണെങ്കിലും പുറത്ത് പോയപ്പോൾ ഒരു ചെറിയ സന്തോഷം.